ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു പാല് തിളപ്പിക്കണേന്നാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കണേ. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റു, പാലൊക്കെ ഗ്യാസും വെച്ചു, പിള്ളേർക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ. ഇന്ന് മസാലക്കറിയും പൂരിയാണ്. അപ്പോൾ അതിനുള്ള ഉരുളൻകിഴങ്ങൊക്കെ ഇത് കുക്കറിലിട്ടു. അപ്പോഴേക്കും പാലൊക്കെ ഇത് തിളച്ച് വന്നു. പാല് തിളപ്പിച്ച് വെച്ചാൽ പിന്നെ പിള്ളേരെ എനിക്കുമ്പോൾ കൊടുക്കല വേണ്ട. അങ്ങനെ അതിൻ്റെ വിസിലൊക്കെ അടിച്ചു. ആ നേരത്ത് പ്രേഷേട്ടൻ പോവാനായിട്ട് ഇറങ്ങി. ഉലുവെള്ളം രാവിലെ കഴിക്കും, ഞാൻ പ്രേഷേട്ടനും കഴിക്കും. ആ പ്രേഷേട്ടൻ കുറച്ച് മഞ്ഞപ്പൊടി അതിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം മഞ്ഞപ്പൊടി ഉണ്ട്, അപ്പോൾ ആ മഞ്ഞപ്പൊടി ഇട്ട് കഴിക്കുക. ഭൂരിയിലേക്കുള്ളത് കുഴച്ച് വെക്കുകയാണ് ഗൈസ്. അത് കുഴയ്ക്കുമ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത്, അതാണ് ഇങ്ങനെ. അങ്ങനെ മസാലക്കറിക്കുള്ള സബോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഇതെല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്ക് ഉരുളൻകിഴങ്ങ് ഇത് വെന്ത് വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചതക്കിയായിരുന്നു കേട്ടോ, ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി ഇതുകൊണ്ട് സ്മാഷർ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പൊടിയായിട്ട് കിട്ടും കേട്ടോ. നന്നായി ഇതാവാണ്ട് ചെറിയൊരു തരികൾ. അപ്പോഴേക്കും വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിയപ്പോൾ എല്ലാതും ഒരുമിച്ചിടണം കേട്ടോ ഗൈസ്. ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇടണം. വെളിച്ചെണ്ണയിലേക്ക് തക്കാളിയും ഒക്കെ ഒരുമിച്ചിടണം. നമുക്കൊരു മസാലക്കുത്തും വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കില്ല. ആ വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായിട്ട് വഴറ്റി ഒരു നന്നായി വഴറ്റി ഇത് വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും, പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇടുക. വേറെ ഒന്നും ഇനി ഇതിൽ വേണ്ട കേട്ടോ ഗൈസ്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു. ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് വഴറ്റി ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉരുളൻ കഴിഞ്ഞ് ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളവിടെ പൊടിയാക്കി വെച്ചിട്ടുണ്ടാകുന്ന ഉരുളൻ കഴിഞ്ഞില്ലേ, തരിയോട് കൂടിയിട്ട് ആ ഉരുളൻ കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ഇട്ടു. അതിലിട്ടിട്ട് അതിങ്ങനെ തിളച്ച് ഇത് സെറ്റായി മല്ലിയിലൊക്കെ ഇട്ട് അത് ഉരുളൻ കിഴങ്ങ് മസാല പൂരിയിലേക്കുള്ളത് സെറ്റായിട്ടാണ് ഗൈസ്. സൂപ്പറായിട്ടായിട്ടിരിക്കുന്നുണ്ട്. ആ നേരത്ത് പ്രിയേച്ചിയും ശോഭേട്ടനും വന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രേഷേട്ടൻ്റെ പെങ്ങളും ഭർത്താവാണ് കേട്ടോ. അവർ മോളെ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറ്റിയിട്ടേ വന്നതാണ്. അവൾക്ക് അവിടെ കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ ഉറങ്ങിയിട്ട് വന്നിട്ട് ആമലൂട്ടനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ചേച്ചി പണി എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു വേണ്ട, ചേച്ചി കുറച്ച് അവിടെ വെറുതെ ഇരിക്കുക, എന്നും ജോലിയാണ്, ടീച്ചറാണേ. അപ്പോൾ അവിടെ ഇരുത്തി ഞങ്ങൾ ഭൂരിയൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോൾ ഭൂരിയൊക്കെ കറക്റ്റ് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചായ ഒന്നും വെക്കാറില്ല, പക്ഷെ അവരുള്ളതിൽ വെച്ചിട്ട് ഇന്ന് പാൽ ചായ ഒക്കെ വെച്ചു. അപ്പോൾ ഇത് ശോഭേട്ടൻ പറയും, ശോഭേട്ടന് ഭൂരി കഴിച്ച് കഴിഞ്ഞാൽ വയറിൽ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ കഴിച്ച് ഇങ്ങനെ കിടക്കുന്നു. പ്രിയേച്ചിക്ക് നല്ല ഇഷ്ടമാണ് ഭൂരി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഭൂരി ഉണ്ടാക്കിയത്. അപ്പോൾ ശോഭേട്ടൻ വയറിൽ അങ്ങോട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴമൊക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പഴം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇതല്ലേ. അപ്പോൾ ഇത് ഭൂരിയും ഈ ഉരുളൻകിഴങ്ങ് മസാല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഭൂരി, ഞാൻ പ്രസ്സിലാണ് കേട്ടോ ഭൂരി സെറ്റാക്കുക. ആ പ്രസ് ചെയ്തിട്ട് നല്ല വെളിച്ചെണ്ണ നല്ലോണം ചൂടായുള്ളതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇട്ടെടുക്കുമ്പോൾ നമ്മൾ പപ്പടം പോലെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ചെറിയൊരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ബ്രൗൺ കളർ ചെറിയ ഈ പരുവത്തിൽ നമ്മൾ കോരിയെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. നേരത്തെ പിള്ളേർ സെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർ സെറ്റിനൊക്കെ ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റിനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ച് വന്നിട്ട് പുറത്ത് അമ്മ ഇരുന്നിരുന്നു. അപ്പോൾ അമ്മയുടെ ഒക്കെ അടുത്ത് നിന്നിട്ട് ഒരു പ്രഹസനം കാണിക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ചേച്ചിക്ക് സ്കൂളിൽ കുറച്ച് വർക്കൊക്കെ തീർക്കാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. ശോഭേട്ടന് മൊബൈലൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇന്നൊരു ദിവസം ഒഴിവുള്ള. അപ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് പോയിട്ട് വേപ്പിലൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ല മഴ ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. നല്ല കാറ്റുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന് വൈബെടുത്തു. അതിനുശേഷം ചെറിയൊരു ഷോർട്സ് ചേച്ചിയുടെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷോർട്സിനുള്ള റിഹേഴ്സലാട്ടോ. അതിന് അമ്മായിയും മോളും എപ്പോൾ രണ്ടുപേരും കണ്ടാൽ ഈ ഫോട്ടോ എടുക്കൽ തന്നെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാനുണ്ട്. അപ്പോൾ ശോഭേട്ടൻ കുറേ തമാശ പറയും കഴിച്ചു. അപ്പോൾ അത് കേട്ടിട്ടുള്ള ചിരിയാണത്. അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ശോഭേട്ടൻ അവിടെ അളിയൻ വന്നിട്ട് കഴിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അളിയൻ വന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണം. അപ്പോൾ അമ്മോട് ഞാനിന്നിട്ട് ശോഭേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സെൽഫി പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ശോഭേട്ടൻ ചിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള മാങ്ങയൊക്കെ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് സെറ്റാക്കുക കേട്ടോ. അപ്പോഴേക്കും ചേച്ചി അനിയനെ സ്നേഹത്തോടു കൂടി കുറച്ചും കൂടി കഴിക്കുമെന്ന് പറയാം. അപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് അച്ഛനും കുറച്ച് ബിരിയാണി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ആകാശിൻ്റെ. അപ്പോൾ ആകാശ് തിരിച്ച് വരുമ്പോഴേക്കും ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാംഗോ ബാർ പോലെ വരണില്ല അത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ അതൊക്കെ ദേ അമ്മായിയും മക്കളും എൻ്റെ ആദ്യം കഴിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി ബാത്റൂം കൊടുക്കണം, പോയി വന്നപ്പോൾ ഞാൻ ചേച്ചിക്കും കൊടുത്ത് മക്കളെല്ലാവരും കഴിക്കുക. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കിടന്നു. അതിനുശേഷം ഞാൻ എനിട്ടിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങി ഒക്കെ പുഴുങ്ങിയൊക്കെ കേട്ടോ. കാരണം അവർ എനിക്കുമ്പോഴേക്കും അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചായ കുടിച്ചിട്ട് അങ്ങനെ പോവുകയും അപ്പോൾ അവർക്ക് 3 പീടിക എത്തണം. അപ്പോൾ ഒരുപാട് വൈകിയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി, മധുരമുള്ള ചായ മധുരമിടാത്ത ചായ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആകാശിന് കൺഫ്യൂഷനായിട്ട് ഏതാണെന്ന് വെച്ചിട്ട് പിന്നെ അവനുള്ളത് സെറ്റാക്കി കൊടുത്തു. അങ്ങനെ അവർ പഴം പുഴുങ്ങിയതും ഇതെല്ലാം കൂടി ചായയൊക്കെ കുടിക്കട്ടോ. അപ്പോൾ ആ ചായ കുടിക്കുന്ന നേരത്ത് ഞങ്ങൾ നല്ല വർത്തമാനത്തിലാണ്. അവിടുത്തെ കാര്യങ്ങളും ഇവിടെ നമ്മുടെ കാര്യങ്ങളും പിന്നെ അക്ഷയയുടെ കാര്യങ്ങളും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ആ നേരത്ത് ഞാനൊരു സെൽഫി എടുത്ത, എന്നെ കാണാനില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചാലും. അപ്പോൾ ചേച്ചി സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ സീരിയസ് ആയിട്ട് ഞങ്ങളെല്ലാവരും നിൽക്കുക. ആ നേരത്തെ അമ്മൽമോനായിട്ട് അതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ചില സ്കൂളിലെ കാര്യങ്ങളും അങ്ങനെ പല പല ഇതുകളും അങ്ങനെ ഇപ്പോൾ ചേച്ചി പറയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി പോകാനായിട്ട് ഇറങ്ങി. ആ നേരത്തെ പ്രേക്ഷേട്ടനോട് പറഞ്ഞു ചേച്ചി പോകാമെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷേട്ടനും ഞങ്ങളെല്ലാവരും ഉമ്മർത്ത് വന്ന് നിൽക്കട്ടോ. അവർ പോകുമ്പോൾ ഒരു സങ്കടമാണ്, ഇത് വന്നിട്ട് പോകുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം. ശോഭേട്ടനൊക്കെ ഇങ്ങനെ ഓണം വിഷു അങ്ങനെ പ്രത്യേക ഇവൻസിൽ മാത്രമാണ് ശോഭേട്ടൻ വരികയെ. അപ്പോൾ എന്നും ഇപ്പോൾ ജോലി ഉണ്ടാവും. അപ്പോൾ ചേച്ചി പോവാറാകുമ്പോൾ ചേച്ചിക്കും വിഷമം, പിള്ളേർക്കാണ് അതിലേക്കാൾ വിഷമം. അപ്പോൾ ശോഭേട്ടൻ കയറിയിരുന്നു, വാ പ്രിയെ കയറുന്നു പറയട്ടെ. അതിനുശേഷം ആകാശ് പൂവാട്ട മാമ അമ്മായിയെ പൂവാട്ടാന്നൊക്കെ പറയാട്ടോ. ആ നേരത്ത് പിള്ളേഴ്സൊക്കെ അടുത്തിരുന്ന് കാരാതിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ചേച്ചിക്കും ഭയങ്കര വിഷമമായി തുടങ്ങിയിട്ടാണ്. ഈ കയറുമ്പോൾ ചേച്ചിക്ക് പിള്ളേഴ്സിനൊക്കെ ഇട്ടിട്ടാ പോകുമ്പോൾ പിള്ളേഴ്സ് അത്ര സ്നേഹം കാണിക്കണ്ടോ ഗേസ്, ആകെ വിഷമിച്ചിട്ടാണ് ആളുടെ പോക്ക്. അപ്പോൾ അതൊരു എല്ലാവർക്കും മനസ്സിൽ പെട്ടെന്ന് പോണത് കാണുമ്പോൾ ഒരു വിഷമം. അങ്ങനെ അവരെ സന്തോഷത്തോടു കൂടി പറഞ്ഞയച്ചു. അങ്ങനെ എനിക്കൊരു ചെറിയൊരു ഷോർട്സിനുള്ള ഒരു ഇതെടുക്കട്ടോ. അങ്ങനെ നൈറ്റായപ്പോൾ ഞങ്ങൾ അനിയന്ന് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്കൊന്ന് വെറുതായിട്ട് പോകാൻ വേണ്ടി ഓട്ടോയിലൊക്കെ കയറുക കേട്ടോ. അങ്ങനെ അവിടെ എത്തി പിള്ളേഴ്സിനൊക്കെ ആയിട്ട് നല്ല കയറുമ്പോഴേക്കും പിള്ളേഴ്സായിട്ട് കളി തുടങ്ങിയിട്ടാ. അവിടുത്തെ അനിയൻ്റെ മക്കളാട്ടത്, അവരുടെ കൂടെ നമ്മുടെ പിള്ളേഴ്സായിട്ട് നല്ല കളിയാട്ടോ. അങ്ങനെ കളിച്ചിട്ടൊന്നും തീരില്ല. അപ്പോഴേക്കും ഞങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ അവിടെ നിന്നു. അവിടുത്തെ അനിയത്തിക്ക് തീരെ വയ്യ, അവൾക്ക് ബ്ലഡിൽ കൗണ്ടൊക്കെ കുറഞ്ഞിട്ട് തീരെ വയ്യ. അപ്പോൾ പിന്നെ അവളെ മോള് കിടന്നോന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോന്നു ഗായ്സ്. അപ്പോൾ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ്. ഇത് കുറച്ച് എൻ്റെ പ്രഹസനം കേട്ടോ. ഓക്കെ ഗായ്സ്.